സകലവും അറിഞ്ഞില്ലേ ഞാൻ എടുത്ത് ചിന്തനോടെ ഈ വീട് എടുത്തില്ലേ അവർ കൊടുക്കില്ലായിരുന്നു. അത്തരത്തിലാണ് ആ കുട്ടിയെ. അതാണ് ആലോചിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു പിടിയില്ലാതെ നിൽക്കുക. 12 മണി വരെ, രാത്രി 12 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാണ് അവൻ താഴെ പോണത്. 12 മണി വരെ റോഡിലുണ്ടാവും. കാരണം ആ സമയത്ത് 2-3 പേര് കൂടെ കാണും. എല്ലാം പുറത്തു വരും. വേറെ ആരും ഒന്നും ചെയ്യണ്ട. ആ 2 കുട്ടികളെ വിളിച്ചെത്തി ചോദിച്ചാൽ മതി ആരൊക്കെയാണ് പങ്ക്. ഒന്ന് വേറിട്ട് ചോദിക്കാണെങ്കിൽ കാരണം ആ മൂത്ത കുട്ടി. ചേട്ടാ, ഒരു 1.5 വയസ്സുകാരന്റെ കൊലപാതകം നടന്ന വീട് അത് തങ്ങളുടെ ബന്ധുവിന്റെ വീടാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതെ, എന്റെ ബന്ധുവിനോട് എന്റെ വീട് തന്നെയാണ്. എന്റെ വീട് പോലത്തെ അത്രയും പവറുള്ള വീട് തന്നെയാണ് അത്. ഇത് നടന്നത്. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഒന്നും പുറത്തറിയില്ല. നിങ്ങൾക്കൊരു സംശയം നിങ്ങൾ ആ മുറ്റത്ത് നിന്ന് ആ സ്വിച്ച് കയറി ഞാൻ ഇവിടുന്ന് വിളിക്കാം. അവിടെ ഒന്നും അറിയില്ല. ഇവിടെ നടക്കുന്ന ഒന്നും അവിടെ അറിയില്ല. വീട്ടിൽ പുറത്തറിയില്ല. അവിടെ നടക്കുന്ന ഒന്നും ഇങ്ങോട്ടും അറിയില്ല. അറിയണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇറങ്ങി ചെന്നിട്ട് എൻ്റെ അടി കൊടുത്തിട്ട് നീ കയറി വന്നാൽ ആ കൊച്ചുകൊണ്ട് ഉറച്ചു വിളിക്കുകയാണെങ്കിൽ അറിയും. അല്ലാതെ അവിടെ നടക്കുന്ന ഒരു വിഷയം നമ്മൾ പുറത്ത് ആരും അറിയില്ല. അതാണ് യഥാർത്ഥ സത്യം. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് വരെ ഒരു സംശയം തോന്നി. ഇപ്പൊ അതാണ് പറഞ്ഞത്. കാരണം ഈ കുട്ടിയെ ആ വീട്ടിന്റെ ഷെയ്ഡിന്റെ മണ്ടയില് എഴുതിയിട്ടുണ്ട് മുകളില്. കണ്ടത് ഈ ഷെയ്ഡിൽ നിന്നു പറയുന്നു കുട്ടി ഒറ്റയ്ക്ക്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ തോന്നാണ് അത് അന്നേ നോക്കേണ്ടതായിരുന്നു അറിഞ്ഞെങ്കിൽ. പക്ഷെ മേളിൽ നിന്ന് ഞാനും കണ്ടു. ഒറ്റയ്ക്കല്ല, 2 പിള്ളേരുണ്ടായിരുന്നു അവിടെ. 2 പിള്ളേരെ കൊച്ചിനെ ഒറ്റ കിടന്ന് ആ കൊച്ചിനെ നിർത്തിച്ച് ആ പിള്ളേരെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ സ്ത്രീ ഈ പറയുന്ന അഷ്കറിനെയൊക്കെ അറിയാമോ? അറിയാമോ എന്ന് ചോദിച്ചാ ഞാൻ ഇതുവഴി 4 പ്രാവശ്യം വന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവനെ 2 ദിവസം ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ റോഡിന്റെ ഈ ഇറങ്ങുന്ന വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. കാരണം ആളെ പണിയില്ലേ ഇല്ല, അവന്റെ മറുപടി എത്ര തന്നെ. അത് അങ്ങനെ പണി അവൻ പോകുന്ന വണ്ടിയിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ 3-4 ദിവസം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോ അങ്ങോട്ട് ചോദിക്കുന്നതിന് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും മറുപടി വന്നാലേ നമ്മൾ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇത് ഞാൻ എത്ര ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ മനസ്സിലായി. പിന്നെ ഞാൻ എന്താ വെച്ചാൽ അങ്ങനെ നടക്കുന്ന ഒരാളാണ് പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കേസ് എനിക്ക് സൂര്യകായന്റെ അപ്പുറത്ത് ഞാൻ ഈ മറ്റൊന്നും അറിയാറില്ല, ഒന്നും ഓർമ്മ നിൽക്കൂല. പക്ഷെ ഇത് 2-3 ദിവസമായപ്പോ പിന്നെ ഞാൻ എന്തായിട്ട് 12 മണി വരെ, രാത്രി 12 മണി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാണ് അവൻ താഴെ പോണത്. 12 മണി വരെ റോഡിലുണ്ടാവും. കാരണം ആ സമയത്ത് 2-3 പേര് കൂടെ കാണും. അത് ഒരു പയ്യൻ ഇവിടെ കണ്ടിട്ടുണ്ട്. മറ്റവൻ ഇവിടെ ഉള്ളതല്ല. എവിടുന്ന് വെച്ചാൽ അവനെ അറിയാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഇതുമില്ല. പക്ഷെ ഇവൻ ഈ കൊന്നതെന്ന് പറഞ്ഞാൽ ഈ 1 മാസത്തിനകത്ത് കണ്ടുള്ള ഏർപ്പാടാണ്. കുഞ്ഞിന് 2-3 പ്രാവശ്യം 2 പ്രാവശ്യം ഇവിടെ നടന്നപ്പോഴത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓയ് 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 എന്നും പറഞ്ഞ് വിളിക്കും. അതല്ല, അത്രേ ഉള്ള സംസാരിക്കാനുള്ള ഒന്നും ആയിട്ടില്ല. ആ കുട്ടി ആദ്യം ചിലപ്പോ എന്നെ വിളിച്ച് ദൈവം സഹായിച്ച ഇതിനെ വല്ലതും കാണാനോ കേൾക്കാനാണോ എനിക്ക് അതിയായ സങ്കടമുണ്ട്. കാരണം എന്ന് ഞാൻ ചിന്തിച്ചാകും. അപ്പോഴത്തെ അവിടെ പെട്ടെന്ന് പോകും. അത്ര തന്നെ സംഭവം. അങ്ങനെ. പക്ഷെ ഇതിന്റെ കയ്യൊക്കെ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടില്ല, കാണാൻ പറ്റിയില്ല. ഈ സൈക്കിള് കൊണ്ട് കുഞ്ഞ് കളിക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല അത്. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ കുട്ടിയെ കണ്ടാലേ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാക്കുള്ളൂ. ഇപ്പൊ ഒരു ദിവസം അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുന്നുണ്ട് മുറ്റത്ത് നിന്ന്. അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയാണ്? സ്ത്രീകൾ ആൾക്കാരോട് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു? സ്ത്രീകളും എല്ലാം. ഇപ്പൊ അവന്റെ അമ്മയും അവന്റെ പെങ്ങളും അവന്റെ
രണ്ടാം സാക്ഷി അല്ല, രണ്ടാമത്തെ പ്രതി എന്ന് പറഞ്ഞവളെ ഒന്നാം പ്രതി ആക്കണം. രണ്ടാം പ്രതി എന്ന് പറഞ്ഞവളെ ഒന്നാം പ്രതി ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവക്ക് എങ്ങനെയെങ്കിലും ഇത് തീർന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അവള് ഈ കളഞ്ഞിട്ട് പോയത്. എല്ലാം ചെയ്യൂ. ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ചെയ്യൂ. അത് അതും വേറെ ആളുകളെ നോക്കാമെന്ന് പറഞ്ഞ കുഞ്ഞാണ്. വേറെ അവളുടെ അമ്മായിയമ്മ നോക്കാന്ന് പറഞ്ഞു, അമ്മ നോക്കാന്ന് പറഞ്ഞു, അമ്മായിയമ്മ, ഇതെല്ലാരും പറഞ്ഞിട്ട് അവിടെയും കൊടുക്കാതെ ഈ കൊല്ലാൻ വേണ്ടി അവളിവിടെ കൊണ്ടുവന്നതിനാണ് എനിക്കറിയാത്തത്. അപ്പൊ ചിലപ്പോ ഏവർ സംസാരിച്ചിട്ടുണ്ടാവും. സംസാരിച്ചു എന്നല്ല പറഞ്ഞത്, സംസാരിച്ചിട്ടുണ്ടാവാം. ഇവരെങ്ങനെ വിശ്വാസിയാണോ? ആര്? ഈ അഷ്കറാണെങ്കിലും അഖിലാണെങ്കിലും വിശ്വാസി ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടു. അല്ല, ഈ പറയുന്ന പോലെ കുട്ടികളെ വളർത്താനും കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം പക്ഷെ ഇപ്പൊ അറിഞ്ഞിടത്തോളം അവൻ ദുഷ്ടനെന്ന് പറഞ്ഞ അവൻ എന്റെ അയ്യപ്പനാണ് സത്യം. അവനെ എങ്ങനെ കൊന്നു കിട്ടിയാൽ മതി, കുറേശ്ശെ കൊന്നു കിട്ടിയാൽ മതി. അത്രത്തോളം പ്രയാസമുണ്ട്. ഈ കുട്ടി ഇത്രയും മുറിവുണ്ടായി, ഇത്രയും വിഷയമുണ്ടായി, അതിന്റെ ജനനേന്ദ്രം വരെ മൂർച്ഛിക്കുകയാണ്. ഒന്ന് ആലോചിക്കേ, മനുഷ്യനായിട്ടുള്ള ചെയ്യൂ, മനുഷ്യനായിട്ട് ജനിച്ച ഒരുത്തും ചെയ്യൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇവരെ ഈ വീട് വാടകയ്ക്ക് വാങ്ങാൻ എങ്ങനെയാ കണക്ഷൻ കിട്ടുന്നത്? ഇതിന്റെ വീട് വാടകയ്ക്ക് എടുത്തതെന്ന് പറഞ്ഞാൽ ഇവന്റെ അളിയനാണ് എടുത്തത്. അവൻ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അറിവിൽ അങ്ങനെയാണ്. കാരണം അവൻ നല്ലൊരുത്തനാണ്. അവൻ വന്ന വീടെടുത്ത സമയത്ത് അവന്റെ ഭാര്യയും കൂടെയാണ് വന്നത്, രണ്ടുപേരും വന്നത്. ഞാനാണ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അവിടെ വേറെ ആളില്ല. ഞാനാണ് കൊണ്ടുവന്ന് എല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം ഡേക്ക് ശരി താമസിച്ചു. വേറെ കുഴപ്പമൊന്നും. അവർ സാധനങ്ങൾ ഒരു റൂമിനകത്തോട്ട് മാറ്റി തരും. ഒരു റൂം അവർ കൊടുത്തിട്ട് ബാക്കി ഞങ്ങളെടുത്ത് ചെയ്യാം. ഓക്കെ ആണ് അവർ പോണത്. അന്ന് അവര് പറഞ്ഞിരുന്നോ ഈ പറയുന്നത് പോലെ വേറെ ബന്ധുക്കൾ വരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് സാധനം കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഇവൻ വന്നത്. അതായത് വീട് വാടകയ്ക്ക് എടുത്ത് സാധനം അവർ താമസിക്കുന്നതിന്റെ അന്ന് സാധനങ്ങൾ കൊണ്ടുവന്നപ്പോ ഇവൻ കൂടെ വന്നു. സാധനങ്ങൾ ഇറക്കാൻ വിടുക. അത് കഴിഞ്ഞ് വന്നും പോവും ചെന്നു. ഇപ്പൊ ഒരു 3 മാസം കൊണ്ട് സ്ഥിരമായിട്ടുണ്ട്. ഇതിനു മുന്നേ ഇവരെവിടെയായിരുന്നു എന്നൊന്നും അറിയില്ല, ചോദിച്ചിട്ടുമില്ല. അങ്ങനെ അല്ല അതിന്റെ കാരണം ഇപ്പൊ വാടകയ്ക്ക് ഒരു പാർട്ടി വരുന്നു, എന്താ കൊള്ളാം. പക്ഷെ അവൻ കൊള്ളാം. ഇത് അത്രയും കാരണം ഉണ്ടായത് അവന്റെ പേരിലാണ്. അവൻ കൊള്ളാവുന്ന പേരിലാണ് ഈ വീട് കൊടുക്കുന്നത്. അവസാനം ഒരു അവിടെ അടിയും പേരൊക്കെ നടന്നു പറയുന്നു. ഞാൻ ഇവിടെ നിന്ന് സൗണ്ട് കേട്ടാൽ ഞാൻ ചെല്ലും. ഈ വാതില് പിടിച്ചടച്ച് സൗണ്ട് ഇവിടെ കേൾക്കാറുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നു. ഈ പറയുന്ന പോലെ ചേട്ടൻ എങ്ങനെ ഈ സംഭവം അറിയുന്നത്? അതായത് ഇപ്പൊ കുഞ്ഞിങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നത്? ഇത് ഇവ ഇവിടെ നിർത്തുന്നു, കയറി പോവരുന്നു മേളോട്ട്. അവിടെ നേരെ വണ്ടി വരണം കണ്ടുകൊണ്ട്, വണ്ടി എന്ന് പറഞ്ഞാൽ ആംബുലൻസ്, ഒരു ആംബുലൻസ് ഒന്ന് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കിയിരുന്നു. ഞാൻ ഇവിടെ ഒരു ആംബുലൻസ് എന്താണെന്ന് പറഞ്ഞ് നമ്മൾ ഓടിയാൽ കയറി. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ മാത്രമല്ല കയറിയത്, ഈ വീട്ടിലുള്ളത് ആ വീട്ടിലുള്ളത് എല്ലാം ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുക എന്താണ് ചോദിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഓടി കയറി വണ്ടി കൊണ്ട് തന്നെ പോയി. അപ്പൊ കുഴഞ്ഞു കിടക്കാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞിവിടെ തീർന്നു, അത് ഉറപ്പാണ്. കുഞ്ഞിടപ്പുണ്ട്, ആ ഒരൊറ്റ ഇതേ ഉള്ളു. പിന്നെ ഓരോരുത്തർക്ക് പറയാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് വേറെ വിഷയം, കുഞ്ഞിനെ കൊണ്ട് പലവർ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ് തീർന്നെന്നാണ് പറഞ്ഞത്. കുഞ്ഞ് മരിച്ചു എന്നാണ് അപ്പോഴേ പറയുന്നത്. വീണ്ടും ഇവിടെ പക്ഷെ നേരെ മെഡിക്കൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ആ കൊണ്ടുപോയത് ദൈവാധീനം അടുത്ത് ഡോക്ടറെ സമ്മതിച്ചിരുന്നു. നേരെ മെഡിക്കൽ കൊണ്ടുപോയി പറഞ്ഞ് 10 കഴിയുമ്പോൾ കൊണ്ടുപോയി. അവിടെ വന്നപ്പോ കുഞ്ഞ് തീർന്ന്. അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ കാര്യവും ചെയ്തു. അപ്പൊ അപ്പോഴാണ് അറിയുന്നത് ഇവനാണ് ഇത്ര ചെയ്തെന്നുള്ളത്. ദേഷ്യമൊന്നുമല്ല, അവനെ എന്റെ എനിക്ക് ഇപ്പൊ ഇറങ്ങുന്ന പോകണം. നിങ്ങൾ ഞാൻ ആണാ, പക്ഷെ ആണാണെങ്കിൽ എനിക്ക് ഒരു ഉപയോഗം ഇല്ലാതിരിക്കേ.
അതുകൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര കെട്ടിക്ക് ഞാൻ അങ്ങ് കൊടുത്തന്നെ ഞാൻ ഉണ്ടാവും. അതാണ് നമ്മുടെ അവസ്ഥ. ഈ സംഭവം നടന്നതിന് ശേഷം കുഞ്ഞ് മരിച്ചു എന്ന് അറിഞ്ഞപ്പോ ഇവിടെ നിന്ന് തെളിവെല്ലാം നശിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിൽ അവന്റെ ഉടപ്പിറന്നാള് അമ്മ അന്ന് അവരെ വിട്ടിരുന്നു. അവരുടെ ഇപ്പൊ അവരോടുണ്ട്. അത് ഈ അഷ്കറും അവന്റെ പെണ്ണുപിള്ളയും അവര് വന്ന് അവരാണ് ഞാൻ വൃത്തിയായിട്ട് പോയത്. കഴിവ് എല്ലാവരുടെയും കിട്ടിട്ട് പറഞ്ഞു. എന്നിട്ട് അവരുടെ ആളെ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കഴിവണ അത് ഉടൻ പറഞ്ഞു കഴിവിടാൻ പറഞ്ഞു. ഉടൻ പറഞ്ഞ് കഴിവിടാൻ പറഞ്ഞു. എന്താ പറയാ, രാവിലെയാണ് ഇവിടുന്ന് കയറി പോണത്. പക്ഷെ അത് ഞാൻ കാണുന്നില്ല. ഞാൻ ലോട്ടറി കൊണ്ട് ഞാൻ പോയി. രാവിലെ 8:30 മണിയായപ്പോഴും ഇതൊരു കയറി പോയെന്ന് പറഞ്ഞു. ചേട്ടാ ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ടോ? ഉണ്ട്, അപ്പൊ അവിടെയുള്ള മക്കള് ഉണ്ടായിരുന്നു. രണ്ട് കുട്ടിയോട് വരുമായിരുന്നു. അപ്പൊ ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഇല്ല, ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ അതുങ്ങളെ ശരിക്ക് പറഞ്ഞ ആ കുട്ടികളെ കൊണ്ടുവേണം സത്യം പറയിക്കേ. കാരണം ഈ 1 മാസം കൊണ്ട് ഇവൻ ഈ കുട്ടി ഇങ്ങനെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അറിയാം 9 മണിയാകുമ്പം ലൈറ്റ് അണക്കി കൊണ്ടില്ലേ, ഉറപ്പാണ്. കാരണം ഞാൻ ഇവിടെ ചെന്നപ്പോഴത്തേക്കും സംസാരിക്കുന്ന കേൾക്കാം. അവിടെ വരാന്തിൽ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കേൾക്കാം. പക്ഷെ അവരകത്താണ് ഇരുന്ന നമ്മൾ അറിയില്ല. അപ്പൊ ഈ അഷ്കറിന്റെ അളിയന്റെ 2 മക്കള് വിചാരിച്ച ഈ സംഭവം എല്ലാം പുറത്തു വരും. വേറെ ആരും ഒന്നും ചെയ്യണ്ട. ആ 2 കുട്ടികളെ വിളിച്ചെത്തി ചോദിച്ചാൽ മതി ആരൊക്കെയാണ് പങ്ക്. ഒന്ന് വേറിട്ട് ചോദിക്കാന്നാണെങ്കിൽ കാരണം ആ മൂത്ത കുട്ടി ഇള കുട്ടിയുടെ അടുത്ത് എന്ത് സംസാരിക്കാൻ തന്നെ അങ്ങനത്തെ ഒരു പ്രവണത. സംസാരിക്കാൻ പഠിക്കാൻ പഠിച്ചേച്ച് പോവാം. അല്ല വേറെ സംസാരിക്കാൻ വരെ വിലകാരനാ കുട്ടി. മൂത്ത കുട്ടി 10 വയസ്സായി. രണ്ടാമത്തേന് 6 വയസ്സ് 7 വയസ്സാണ്ടേ. അതായത് 3 കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഇവരെ ഈ ക്രൂരതയ്ക്കിടയിൽ പെട്ടുപോയത്. ഒരു കുഞ്ഞിന്റെ മനസ്സ് മാത്രമല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഇപ്പോഴത്തെ എന്റെ വിശ്വാസമാണ്. അതിനെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് ആവശ്യം എന്റെ പുറത്ത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത്രത്തോളം നിഷ്ഠമായിട്ട് ഇതിനെ ഇങ്ങനെ കൊല്ലുമെന്ന് ഞാൻ സത്യം പ്രതീക്ഷിക്കുന്നില്ല. ഇന്നിപ്പോ തമ്പുരാണ് സത്യം. ഏത് ദൈവത്തിനോട് ചോണോ എവിടെ വേണോ ഞാൻ പറയും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന ഞാൻ പറയും. അല്ലാത്ത ഒന്നും എനിക്ക് പറഞ്ഞ കാര്യമില്ല. കാരണം അറിയാത്ത കാര്യം ഞാൻ അറിഞ്ഞെന്ന് പറയുകയില്ല. ഒന്നും അറിഞ്ഞില്ലേ ഞാൻ എടുത്ത് ചിന്തയുടെ ഈ വീട്ടിൽ അവർ കൊടുക്കില്ലായിരുന്നു. അത്തരത്തിലാണ് ആ കുട്ടിയെ. അതാണ് ആലോചിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു പിടിയില്ല നിൽക്കുക. ഇനി അവര് എന്ത് ചെയ്തെന്ന്. പക്ഷെ അവളെ ഒന്നാം പ്രതി ആക്കണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം.